ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. ശരിയാണ്, കൊച്ചി കണ്ടാൽ പിന്നെ അച്ചി വേണ്ട, അത്രയ്ക്ക് സൗന്ദര്യമാണ്. അപ്പം ഭയങ്കര രസമാണ്. കുറേ സ്ഥലങ്ങൾ നമുക്ക് കൊച്ചിയിൽ കാണാനുണ്ട്. പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി, അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. നോക്കിയേ, സൂപ്പർ 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 സൂപ്പർ, നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് കണ്ടാൽ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാം. അടിപൊളിയാണ്. കുറേ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ ഭാഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ എപ്പോഴും വരുന്നത്. ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട്, മലയാളീസും ഉണ്ട്. നോക്കി, നല്ല രസമല്ലേ കാണാനായിട്ട്. കപ്പലുകൾ പോകുന്നുണ്ട്, ചെറിയ ചെറിയ പക്ഷികൾ വന്നിറങ്ങുന്നുണ്ട്. അപ്പോൾ അടിപൊളി. അതുപോലെ ഇവിടെ ഷോപ്പിംഗ് നടത്താം. വലിയ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടത്തില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, അതൊക്കെ നമുക്ക് വാങ്ങിച്ച് തിന്നാൻ പറ്റും. കുറേ ഷോപ്പിംഗ് സ്ഥലങ്ങളുണ്ട്, കൊള്ളാം. അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ചീനവല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം, നമ്മൾ ഗൂഗിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ചൈനക്കാർ കൊണ്ടുവന്ന മത്സ്യബന്ധന വലകളാണ്. നോക്കി, ഇപ്പം എത്രമാത്രം കാര്യങ്ങളൊക്കെ ആധുനികവൽക്കരിക്കപ്പെട്ടുവെങ്കിലും ഇപ്പോഴും ഈ വലകളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതൊക്കെ രസമല്ലേ കാണാൻ. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണിത്, ചീനവല. അപ്പോൾ കുറേ ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. നോക്കി, ഒരു കപ്പൽ പോകുന്നുണ്ട്, പതുക്കെ പതുക്കെയാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നു, പക്ഷേ അത് ഭയങ്കര സ്പീഡിനാണ് പോകുന്നത്. അപ്പോൾ ഈ ചീനവലയിൽ ഏകദേശം ഒരു 6-7 പേര് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഒരു പ്രത്യേക സമയമുണ്ട് അതിന് ചീനവല ഇറക്കുന്നത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവർ ചീനവല ഇറക്കുന്ന ടൈം ആയിരുന്നില്ല, പക്ഷേ ഇന്ന് ഞങ്ങൾ വന്ന ടൈമിൽ അവർ ചീനവല ഇറക്കുന്ന ടൈം ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയത്. നോക്കിയേ, കുറച്ച് മീനെ കിട്ടിയിട്ടുള്ളൂ, അത് പല തരത്തിലുള്ള മീനാണ്. അപ്പം നോക്കി, എത്രമാത്രം അധ്വാനിച്ചിട്ടും കുറച്ച് മീൻ, ഒരു ക്വാണ്ടിറ്റി, ചെറിയൊരു ക്വാണ്ടിറ്റി മീനാണ് കിട്ടുന്നത്. പക്ഷെ എന്നാലും ഇത് ചെയ്യുന്നതിലാണ് എനിക്ക് അത്ഭുതം. കാരണം ഇതൊരു കായിക അധ്വാനം ഉള്ളൊരു പണിയാണ്. ഇവിടെ അത് പൊക്കാനും താക്കാനും ഒക്കെ ഒരു മോട്ടോർ പോലൊരു സാധനം ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്രാവശ്യം മീൻ വന്നു, അത് നോക്കിയാൽ പലതരത്തിലുള്ള മീനല്ലേ. എനിക്ക് ഇഷ്ടമാട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കാണാമായിരുന്നെങ്കിൽ ഇത് വാങ്ങിക്കൊണ്ട് പോകാൻ. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം അപ്പം നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അങ്ങ് എല്ലുമ്പോഴത്തേന് അത് നാശമായി പോകും. നോക്കിയാൽ പിന്നെ ഒരു കപ്പൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് പോരാനേ തോന്നത്തില്ല. അടിപൊളിയാണ് എൻ്റെ വ്യൂസ്. അതുപോലെ ഇവിടുത്തെ ആ കാറ്റ്, അവിടുത്തെ ആ ഒരു ഭയങ്കര രസമാണ്. ഒരു സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു ടൈം എന്ത് രസമാണെന്നറിയാമോ. അതുപോലെ വാട്ടർ മെട്രോയും പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറി. ഈ പ്രാവശ്യം ഞങ്ങൾ കയറുന്നില്ല. അതിനൊരു രസമാണ് കേട്ടോ, വാട്ടർ മെട്രോയിൽ കയറുന്നത് ഒരു രസമാണ്. അപ്പം ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴത്തേന് കൊച്ചിയിലോട്ടൊക്കെ ഒരു ടൂർ പ്ലാൻ ചെയ്യണം. ഓക്കെ, കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, കുറേ സ്ഥലങ്ങൾ. അതുപോലെ വല്ലാർപാടം പള്ളി, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നല്ല ഫുഡ് കിട്ടും. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ വരുമ്പോഴല്ലേ ഇവിടെ പാരഗണിൽ പോയി ഫുഡ് കഴിക്കും. അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്, നല്ല സൂപ്പറാണ്. അടുത്ത ബിരിയാണി, അതുപോലെ അവിടുത്തെ ചോറ്, കറികളൊക്കെ അടിപൊളിയാണ്. അപ്പം ഇങ്ങനെ കപ്പലിങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങുന്നതായിട്ട് തോന്നുന്നു, പക്ഷേ അത് സ്പീഡിനാണ് പോകുന്നത്. അപ്പോൾ ഈ ചീന വല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 5 മിനിറ്റ് കൂടുമ്പോഴാണ് അവർ വല ഇറക്കുകയും പോക്കുകയും ചെയ്യുന്നത്. വലിയ ക്വാണ്ടിറ്റി ഒന്നും, നേരത്തെ പറഞ്ഞതുപോലെ വലിയ ക്വാണ്ടിറ്റി മീനൊന്നും കിട്ടത്തില്ല, പക്ഷെ പല വെറൈറ്റീസ് കിട്ടും. അപ്പം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെക്കേഷനിൽ കൊച്ചിയിലോട്ടാകട്ടെ ടൂറ് അടിച്ചു പൊളിക്കാം, കുറേ കാണാം, അടിപൊളി. അപ്പോൾ ഇവർ വീണ്ടും വലയിറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വലയിറക്കുന്നതെന്ന്. നോക്കി, പൊക്കിയിട്ടുണ്ട്. കുറേ ഭയങ്കര ഭാരമുള്ള കല്ലുകളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അയ്യോ, അത് തന്നെ പൊക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു യന്ത്രം പോലെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടെയാണ് അവർ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഇവരെല്ലാം അത് ഇത് വലിക്കുന്നുണ്ട്.
പക്ഷേ അതിൻ്റെയും കൂടെ യന്ത്രത്തിൻ്റെയും കൂടെ സഹായമുണ്ട്. അപ്പോൾ കൊള്ളാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കേ. മീൻ വന്നു, വാ കാണണ, വാ ഓടി വാ, അത് എടുക്കും. മീൻ വന്ന മീൻ. അപ്പം ഇപ്പം വല പൊക്കി ആ വെള്ളത്തിലോട്ട് ഇട്ടിരിക്കുക കേട്ടോ. അവർ പറയുന്ന ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് താക്കുമെന്നാണ് പറയുന്നത്. പിന്നെ പൊക്കുമെന്നാണ് പറയുന്നത്. പൊക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം മീൻ കിട്ടിയോന്ന്. ഒരു 5 മിനിറ്റ് ഇട്ടിരുന്നുള്ളേ. ആരെ വിളിക്കുന്നത്? അയ്യോ, ഒന്നും കിട്ടിയില്ലേ? അച്ചോടാ, അയ്യോ നോക്കേ, ഇത് മാത്രമേ കിട്ടിയുള്ളൂ. കഷ്ടം. 4 മീന്.